ഈ അടുത്ത് കാണുന്ന പോലെയല്ലേ? ഈ കാണുന്ന പോലെ തൊട്ടടുത്ത് കാണും, അതിനപ്പുറത്ത്. എന്താ ഇവിടെ എങ്ങനെയാ? നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കുമ്പോ അങ്കിൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോന്ന്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇതാരാ പുതിയ കക്ഷി? ഏതായാലും മോളല്ല. അമ്മായിയമ്മ. ആരുടെ? തന്റെ. അത് ശരി, ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല. പോട്ടെ, കാണാം. എന്താ അങ്ങോട്ട് കളിക്കുന്നത്? ഓ കയറ്, താരാ കയറ്. ഓ യുവർ ഗുഡ് നെയിം പ്ലീസ്. പേരെന്താ? ജലജ. എന്ന് വെച്ചാ താമര, ലോട്ടസ്. നല്ല പേര്. ഒറ്റയ്ക്കാണോ? പറ, തനിച്ചുള്ളോ? തനിച്ചുള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഓ, അങ്കിളിന്റെ പുള്ളിയാണല്ലേ. നീ കുറെ നാളായി തുടങ്ങി. കൈവിളി ആരെങ്കിലും കാണുമെങ്കിൽ മോശമല്ലേ? വളരെ മോശം. പിന്നെ ദേഹത്തോട്ട് കളിക്കരുത്, ദേഹത്തോട്ട് കളിക്കരുത്. ചോദിക്കാനും പറയാനും ആളുണ്ടാ? കിളവ തന്റെ ഈ കളി ഞാൻ ഇന്ന് നിന്റെ എന്താ ബഹളം? മാന്യന്മാർക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല. ഇവനൊക്കെ പോലീസിലേപ്പിക്കണം. ആഴ്ചതോറും പെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാചാരം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസിലേപ്പിക്കും. പഞ്ചാരക്കുട്ട ഇടിച്ചതിന്റെ എല്ലിയെ ഓടിക്കും. കിഴവ പറയുന്ന കാശ് ഞാൻ തരുന്നില്ലേ? പിന്നെ നീ വേറെ ആളിനെ കാണുമ്പോ ഇടിച്ചു കാണിക്കുന്നത് എന്തിനാ? ഹോട്ടലായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ. അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയിലെറിഞ്ഞിട്ട് ഈ തോമസ് ചാക്കോ അടങ്ങൂ. അയ്യോ, അയാളുടെ ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും. എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് വെറുതെ ഇരിയടി. ഞാനേ ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, അറിയോ? സോറി അങ്കിൾ, അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാവും താഴെ, വരട്ടെ. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? ആ, വേണ്ടി വന്നാൽ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. സ്വന്തം നാട് പാലക്കാട്. അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ. അങ്കിൾ ആകാതിരിക്കുന്നത് തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ, ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ? അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്. വല്ല കാലത്തും ചക്കയിട്ട് മുയല് ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനതാരോടും തുറന്നു പറയാറില്ല. നമ്മൾ പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിന് പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം 4 തരം കൂട്ടി സുഖമായിട്ടുണ്ടെന്ന് പറയുന്നതല്ലേ? എന്താ ചിരിച്ചു പറഞ്ഞ അഭിപ്രായ വ്യത്യാസമല്ലോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്ന എനിക്കിഷ്ടം. അത് ശരി.
മാസത്തിൽ 2-3 തവണ ഞാനിവിടെ വരും. ഉം. 2 ദിവസം തങ്ങുകയും ചെയ്യും. ഉം. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും. അങ്കിളിനെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ. അപ്പോ ആ. നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ആ. ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട. എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കേ? ഓക്കേ. അപ്പോ നിനക്ക് ഇഷ്ടം കിളുന്തിനെയാണ് എന്ന് വെച്ചാ ഒരു എത്ര വയസ്സ് വരെ ആകാം? ചോദിച്ചാ ഒരു 23 മുതൽ താഴോട്ട് 15 വരെ. ഇറ്റ് ഈസ് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ. പ്രായം കുറയുന്നതോറും താല്പര്യം കാശ് മുടക്കാവോ? കാശ് എത്ര വേണം മുടക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ? നല്ല നറും പാല് പോലെ വിത്താൻ ISI മാർക്ക് എന്റെ ഉണ്ട്. അതിനൊക്കെ പറ്റിയ ആള് നമ്മുടെ ഉണ്ടാ. ടെലഫോണോടെ ഇപ്പൊ വിളിച്ചു തരാമല്ലോ. മിസ്റ്റർ നായർ. ഹലോ. മീറ്റ് മിസ്റ്റർ വിഷ്ണുനാരായൺ. ഞങ്ങൾ നേരത്തെ അറിയും. ഹലോ. അങ്കിള് പറഞ്ഞയാള് പറഞ്ഞാൽ ഇത് തന്നെ. നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല. അച്ഛനെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് ഞാൻ. ശരിയാ. എന്നെ ഞാനാക്കിയത് ഈ തൊഴിൽ ചെയ്തിട്ടാ. നമുക്ക് അകത്തിന് സംസാരിക്കാം. നാണോരെ ചെവിന്ന് മറ്റേ കുന്ത്രാന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുക. എന്നാ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിച്ചോ. ഓ, എന്റെ അടുത്ത് ഇത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്, ഇവനിങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് നടക്കുന്നതല്ലാതെ ഒരു ഫലവും ഇല്ല. ഇവന്റെ വിചാരം ഇവന്റെ ഈ വേഷവും ഗ്ലാമറും ഒക്കെ കണ്ട പെണ്ണുങ്ങൾ തന്നെ അങ്ങ് വീഴുവെന്ന. അതുപോലെ ബോർഡർ നടക്കും, നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഏയ്, നമ്മുടെ നാട്ടിലും നടക്കും. പക്ഷെ ഇവനുള്ള വൈഭവം ഇല്ല. താനൊന്ന് സഹായിക്കണം. ആ, ഒരു നല്ല കുട്ടിയുണ്ട് എന്റെ കയ്യിൽ. അമ്പൂരി കുട്ടിയാ. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ്. 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. തകർന്നൊരു ഇല്ലത്തെയാ. ഇല്ലൊക്കെ പൊളിഞ്ഞു പോയി. അച്ഛനും അമ്മയൊക്കെ എന്നാ കല്യാണം മറ്റാണോ അച്ഛനും അമ്മ പടമൊക്കെ അന്വേഷിക്കാൻ? അതൊക്കെ അറിയണം. പിന്നെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. കാരണം ഒരു തമ്പുരാട്ടിക്ക് തന്തയില്ലാതുണ്ടായ കുട്ടിയാ. സ്ത്രീ മരിച്ചുപോയി. ഇല്ലം പൊളിച്ചു വാങ്ങിയത് ഞാനാ. അപ്പോ നമ്മുടെ കിട്ടിയതാ. ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ കോളേജിൽ വെച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുക. ആ, അതൊക്കെ ഇവിടെ താൻ ബിസിനസ് സംസാരിക്കാം. പക്ഷാണ് ഇവരിങ്ങനൊരു ചിന്ത പോലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റേറ്റ് ശക്കലം കൂടും. കുറയ്ക്കുന്ന പ്രശ്നമില്ല. താൻ പറയടോ. ഒരു 15,000 റുപ്പീസ്. എന്ത് 15,000 രൂപയോ? അവളെന്നെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയാണോ? തനി തങ്കമാണ്. പ്യുവർ ഗോൾഡ്. ആ, ഏതായാലും ആളെ കാണട്ടെ. നന്നായി അങ്കിൾ. വളരെ നന്നായി. ആ, നിന്റെ 2 ആരാധകര് വിളിയെ കാത്തിരിക്കുന്നു. ഇത് മിസ്റ്റർ വിഷ്ണുനാരായണൻ, ഇത് മിസ്റ്റർ തോമസ് ചാക്കോ. അസലായി കേട്ടോ. എന്റെ 31 വയസ്സിനിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ്. ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി അല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. ഇന്ദുവിന്റെ ട്രാക്ക് ഇതാ. മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം, ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ. മതി, ഓറാകുന്നു. അതെ അതെ. നിന്റെ വെക്കേഷൻ ആരംഭിക്കും? വെള്ളിയാഴ്ച മുതൽ ഹോസ്റ്റൽ അടയ്ക്കുക. ആ, ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട. മിസ്റ്റർ വിഷ്ണുനാരായണനോട് ഒരു വീടുണ്ട്. നിനക്കൊരു ചേഞ്ചും ആവും. പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം. നിന്നെ മദ്രാസിലെ കലാനികേതനിൽ വെച്ച് പഠിപ്പിക്കണമെന്ന് പറയാ മൂപ്പര്. അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ?
ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആക്കും. എന്താ വിഷമമുണ്ടോ? ഇല്ല, അങ്കിള് പറയുന്ന പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ തന്നെ വെക്കാം, പുറത്തതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലോ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ. എനിക്ക് എന്റെ ഞാൻ വരണുണ്ട്. ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചോ. അതേ വെക്കൂ, അതേ വെക്കുള്ളൂ. ഒന്ന് കൂടെ ചെല്ലടാ. വിഷ്ണു, ഒരു മിനിറ്റ്. കേറുന്നില്ലേ? കേറുന്നില്ല, പോയിട്ട് അല്പം ധൃതിയുണ്ട്. അപ്പോ പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹം വരും. കൂടെ പറഞ്ഞു വിട്ടേക്കണം. പിന്നെ വാ, ധൃതിയും വിപ്രാണം ഒന്നും കാണിക്കരുത്. അതൊക്കെ പറഞ്ഞ് മെരുക്കി എടുക്കണം. ഒന്നും അറിഞ്ഞിടാത്ത കുട്ടിയാ. താനതിന്റെ ഒരു എക്സ്പെർട്ടാണല്ലോ. എന്നിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാവൂ. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ശരി, അപ്പൊ പറഞ്ഞു. ഓക്കെ. ശിഷ്യ, ചളവാക്കല്ലേ. ഗുരുനാഥന്റെ സഹായം വല്ലതും വേണം പറയണം. ആ, ഒരു സഹായം വേണ്ടി വരും. എന്താ? ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത്. ഇന്ദു ആലോചിച്ചിരിക്കുന്നത്? വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ? ഇഷ്ടായി. ഇരിക്ക്. ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴമൊന്നും കഴിച്ചില്ലല്ലോ. 2 പഴം കഴിച്ചല്ലോ. പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല. ശീലമില്ലാഞ്ഞിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാൽ മതി. ഇന്ദുവിനോട് ഒരു കുറവുണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന്. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കി നേരം പോണത് അറിയില്ല. കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണുമാരുണ്ട്, ഗോപാലനുണ്ട്. എന്താ, ഞങ്ങളാരും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ. പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലെന്നേ. ഇന്ദുവിന് ഉറക്കം വരണമെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി ഒന്ന് കിടക്കാം. ഇല്ല, എന്തിനാ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നമൊറ്റ കണ്ടാലേ. കാണില്ല. ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി. സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല. പൂക്കള് കാണണമെങ്കിൽ പകല് തന്നെ കാണണം. പിന്നെ ഉറക്കം വരാനൊരു സൂത്രപ്പണിയുണ്ട്. പുസ്തകം എടുത്ത് വായിച്ചാ മതി. എനിക്ക് പുസ്തകം കണ്ടാ മതി, അപ്പൊ ഒരു ഉറക്കം. എങ്കിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായി, ഉറക്കം വരട്ടെ. എന്തായി? ഇത് പുലിവാലാവുമെന്നാ തോന്നുന്നത്. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ആൾക്ക് ഇപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണോ? അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം. അല്ലാതെ അയ്യേ അത് വേണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ.